ഹായ് കൂട്ടുകാരെ, റെയിൻഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ കളക്ഷനിലുള്ള കുറച്ച് ചെടികളാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ബോഗൻവില്ലാസും അതേപോലെ തന്നെ കുറേ വെറൈറ്റീസ് പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇത് വീടിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനാണ് വരുന്നത്, പഴയ തറവാടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനായിട്ടാണ് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ബോഗൻവില്ലാസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഇട്ടേക്കുന്നത് മെയിൻലി റൂബി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി, അതേപോലെ ഹവായി വൈറ്റ്, ഇങ്ങനെ കുറച്ച് നല്ല ഹൈബ്രിഡ് വെറൈറ്റീസാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതായി താഴെ നിൽക്കുന്നത് പിങ്കാണ്. പിങ്കിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ ഒന്നും ഐ ഡി കറക്റ്റ് നമുക്ക് അറിയത്തില്ല. അതേപോലെ തന്നെ അർജുനയുണ്ട്. അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് പഴയൊരു തറവാടാണ്, ഒരു 200 കൊല്ലത്തിന് മേളിൽ പഴക്കമുള്ള തറവാടാണ്. അപ്പോൾ അത് റിനോവേറ്റ് ചെയ്ത് നമ്മൾ എല്ലാം വൃത്തിയാക്കി ഇപ്പോൾ ചെടിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ സൈഡിലൊക്കെ അഗ്ലോണിമ, കലാത്തിയ, അതേപോലെ തന്നെ പല ടൈപ്പ് വെറൈറ്റീസ് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് താഴെ നിൽക്കുന്നൊരു പിങ്ക് നല്ലൊരു വെറൈറ്റിയാണ്. അതിൻ്റെ ഒന്നും കറക്റ്റ് എനിക്ക് ഐഡിയ അറിയില്ല. പിന്നെ ഇത് നമുക്ക് റൂബി റെഡാണ് മേളിൽ ഹാങ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഹവായി വൈറ്റ് ഉണ്ട്, പിങ്ക് ഹവായി. ഇത് പിങ്ക് ഒരു വെറൈറ്റിയാണ്, നല്ലൊരു വെറൈറ്റിയാണ് പിങ്ക്. ഇത് നമ്മൾ മേടിച്ചതാണ് ഹൈബ്രിഡ്, പക്ഷേ നല്ല വെറൈറ്റി ആയിരുന്നു. അതേപോലെ തന്നെ ഇത് റൂബി റെഡാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു വെറൈറ്റിയാണ് റൂബി റെഡ്. ഹാങ്ങിങ്ങിനൊക്കെ ബെസ്റ്റായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെ ഹവായി പിങ്ക് ഉണ്ട് ഇതിൽ. അതേപോലെ ഹവായി വൈറ്റ് ഉണ്ട്. ഇത് ഹവായി വൈറ്റ് ആണ്. ഇത് ഈ നിൽക്കുന്ന അർജുനയാണ്. അർജുന നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ബോഗൻവില്ലയിൽ നല്ല മേടിച്ച് വെക്കേണ്ട ഒരു വെറൈറ്റി തന്നെയാണ് അർജുന. പല കളറായിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. അദർണ എന്ന് പറഞ്ഞ വെറൈറ്റി പോലെ തന്നെ അർജുനയും നല്ലൊരു വെറൈറ്റിയാണ്. അദർണ നമ്മുടെ കയ്യിലില്ല, ഇത് അർജുനയാണ്. പിന്നെ അതിന് തൊട്ട് ബാക്കി ഇരിക്കുന്ന ഈ ഹാങ് ചെയ്തേക്കുന്ന ഹവായി വൈറ്റ് ആണ്. നല്ല ഒരു വെറൈറ്റിയാണ് ഹവായി വൈറ്റ്. നല്ല പ്യുവർ വൈറ്റ് പെറ്റൽസ് ആണ്. അത്യാവശ്യം നല്ലൊരു കളറുള്ള വൈറ്റ്, നല്ല വൈറ്റുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഹവായി വൈറ്റ്. അപ്പോൾ അതിൻ്റെ ഹവായി പിങ്കും ഇപ്പുറത്ത് ഇപ്പോൾ ഉണ്ട്. ഫ്ലവർ കുറച്ച് കുറവാണ് ഇതിലൊക്കെ. ഇതൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. ഇത് ഹവായി പിങ്കാണ്. അപ്പോൾ ഇതിൽ ഫ്ലവർ വന്ന് കുറേ പോയി. ഇനിയിപ്പം കുറച്ചുകൂടെ ബുഷാവാനുണ്ട്. നമ്മളെല്ലാം നട്ടിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. പിന്നെ ഇത് നമ്മുടെ നോർമൽ വീര ഓറഞ്ച് എങ്ങാണ്ടാണ്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. നോർമൽ വെറൈറ്റീസാണ്. അതേപോലെ ഇത് വാട്ടർമെലൺ കിസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്, പുതിയ ഹൈബ്രിഡാണ്. ഇതൊക്കെ ഇറങ്ങിയിട്ട് 1-2 കൊല്ലങ്ങളൊക്കെ ആയ വെറൈറ്റീസാണ്, പക്ഷേ ഇപ്പോഴും നല്ല വിലയുള്ള വെറൈറ്റീസാണിത്. അതേപോലെ തന്നെ ഇത് വാട്ടർമെലൻ്റെ തന്നെ പീച്ചാണ്, ഒരു പീച്ച് വെറൈറ്റി. ഇത് വാട്ടർമെലൺ പീച്ചാണോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ നിൽക്കുകയാണ്, അതിൻ്റെ പെറ്റൽസൊക്കെ കാണുമ്പോൾ അറിയാം. അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ്. എന്തായാലും നല്ല കണക്ക് ഫ്ലവർ വരുന്നുണ്ട് ഇതിലെല്ലാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ബ്രസ പീച്ച് ഇപ്പുറത്ത് ഇപ്പോൾ ഉണ്ട്. ഇത് ബ്രസ പീച്ചാണ്. ഇതിൽ ഫ്ലവർ എല്ലാം നിറച്ചുണ്ടായിരുന്നു, എല്ലാം പോയി. വീണ്ടും ഇത് വരുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ബാച്ച് ഫ്ലവറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പുതുതായിട്ട് ഇനി അടുത്ത സെക്ഷൻ വരുന്നുണ്ട്. ഇത് ബ്രസ പീച്ച് എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു വെറൈറ്റിയാണ്. ബോഗൻവില്ല പ്രേമികളുടെ ഏറ്റവും നല്ലൊരു വെറൈറ്റി തന്നെയാണ് ബ്രസ പീച്ച്. അപ്പോൾ ഇതെല്ലാം നല്ല നല്ല വെറൈറ്റീസ് തന്നെയാണ്. ഈ പറഞ്ഞ വെറൈറ്റീസ് ഒന്നും മോശമെന്ന് പറയാനൊന്നുമില്ല. എല്ലാം ഇപ്പോഴത്തെ ഹൈബ്രിഡ് എല്ലാം നല്ലതാണ്. ഇത് മിസ് വേൾഡാണ് ഇവിടെ ഇരിക്കുന്നത്, അതിലൊന്നും ഫ്ലവർ ഇല്ല. പിന്നെ അതാണ് ഇത് സക്കൂറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ബോഗൻവില്ലയിൽ തന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റി എന്ന് തന്നെ പറയാം, സക്കൂറ ബെല്ലാഖാൻ. ഇത് നല്ല നമുക്ക് ഇതേപോലെ ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ ബെസ്റ്റ് വെറൈറ്റിയാണ്. ലൈറ്റ് ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു പീച്ച് കളറാണ് വരുന്നത്. നല്ല എല്ലാവരുടെയും ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റി തന്നെയാണ് സക്കൂറ. പിന്നെ താഴെ നിൽക്കുന്നത് ബ്ലൂബെറി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതിലൊന്നും ഫ്ലവർ വന്നിട്ടില്ല. അതേപോലെ തന്നെ ഇത് റൂബി റെഡ് തന്നെയാണ്. ഇത് ബ്ലൂബെറിയാണ്. ഇതിലൊന്നും ഫ്ലവർ 1-2 ഒക്കെ ഉള്ളൂ. ഇത് നല്ലപോലെ ഫ്ലവർ ചെയ്തിട്ടില്ല, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതേപോലെ തന്നെ ഇത് റൂബി റെഡാണ്, എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു വെറൈറ്റിയാണ്. നല്ല തീ കളർ പോലെ നിൽക്കും. റെഡ് തന്നെ ഡാർക്ക് റെഡാണ് വരുന്നത്. നല്ലൊരു വെറൈറ്റി തന്നെയാണ് റൂബി റെഡ്. ഹാങ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഇത് ഫോർമോസ എന്ന് പറഞ്ഞ വെറൈറ്റി വരുന്ന ഒരു ചെറിയ മിനിയേച്ചറാണ്. നല്ല ഫ്ലവറിങ്ങുള്ള പഴയൊരു വെറൈറ്റിയാണ്, നല്ല ഒരു ബോഗൻവില്ലയാണ്. അപ്പോൾ ഇനിയും കുറച്ച് വെറൈറ്റീസ് നല്ലതുണ്ട്. അതേപോലെ തന്നെ ലോട്ടസും ലില്ലിയൊക്കെ ഉണ്ട് നമ്മുടെ കളക്ഷനിൽ. അപ്പോൾ അതും കൂടെ ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് നല്ലൊരു വെറൈറ്റിയാണ്, റെഡ് വണ്ടർ. പക്ഷേ ഇതിലൊക്കെ ഫ്ലവറിങ് കുറവാണ്. ഞാൻ അപ്പം അതിന് വേണ്ട വളമൊക്കെ ചെയ്ത് നിർത്തിയേക്കാണ്.
അപ്പോൾ വളത്തിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കാണണമെങ്കിൽ പോയി ഒന്ന് കണ്ടാൽ മതി. ബോഗൻവില്ലയ്ക്ക് യൂസ് ചെയ്യുന്ന വളങ്ങളുടെയൊക്കെ വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുമെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം. ഇത് വാട്ടർമെലൺ കിസ് തന്നെയാണ്. 2 പോട്ടിലായിട്ടാണ് നമ്മൾ മേടിച്ച് വെച്ചത്. പിന്നെ ഇവിടെ കുറച്ച് അടീനി അതേപോലെ ഡ്രസ്സീനിയൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ നേരത്തെ ഉള്ള വെറൈറ്റിയാണ്. ഡബിൾ പെറ്റൽ അടീനിയാണ്. നല്ല വെറൈറ്റീസാണ് ഇതൊക്കെ പഴയ കളക്ഷനാണ്. അത്യാവശ്യം നല്ല വെറൈറ്റീസ് തന്നെയാണ്. അപ്പോൾ അടീനിയൊക്കെ നമ്മുടെ കുറവാണ്, വളരെ കുറവാണ്. കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഇരിപ്പുള്ളൂ. പക്ഷെ ഉള്ളത് അത്യാവശ്യം നല്ല വെറൈറ്റീസ് തന്നെയാണ്. പിന്നെ ഡബിൾ പെറ്റൽ വൈറ്റൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഫ്ലവർ ഇല്ല. ഈ സൈഡിലെല്ലാം ഇരിക്കുന്ന അടീനിയാണ് കുറച്ച്. പിന്നെ ഇവിടെ എല്ലാം ലോട്ടസ് ലില്ലിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് സെയിലൊക്കെ ഉണ്ട്. താമരയുടെ ട്യൂബേഴ്സും അതേപോലെ ലില്ലിയൊക്കെ ഓൺലൈൻ സെയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യേണ്ടവർ വീട്ടിലും വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സെയിൽ കറക്റ്റായിട്ട് ഇതെല്ലാം ഓരോ പ്ലാന്റ്സും ചെയ്യുന്നുണ്ട്. ഇത് ലില്ലിയാണ്. കുറച്ച് ലില്ലി ഫ്ലവറായിട്ട് ഇരിപ്പുണ്ട്. ഇത് ബ്ലൂ വിസിൽ എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റിയാണ്. എല്ലാ തുടക്കക്കാർക്ക് പറ്റിയ ഒരു വെറൈറ്റിയാണ് ബ്ലൂ വിസിൽ. ആർക്കും മേടിച്ച് കിളിപ്പിക്കാവുന്നൊരു വെറൈറ്റിയാണ് ബ്ലൂ വിസിൽ. ഇതെല്ലാം ബ്ലൂ വിസിലാണ്. ബ്ലൂ വിസിലിന് പെട്ടെന്ന് നമുക്ക് തയ്യും കിട്ടുന്നൊരു വെറൈറ്റിയാണ്. വിവി പാരസ് ആണ്. ഇത് നമ്മുടെ ബുൾസൈ ആണ്. ബുൾസൈ എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ ഇതെല്ലാം ഓരോ ടൈപ്പ് വെറൈറ്റീസാണ്. കോറൽ സ്കൈ ഉണ്ട്, ഡോറിസ് ഹോൾട്ട് ഉണ്ട്. അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ലില്ലി നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ ലോട്ടസ് ആണ്. ലോട്ടസിൽ ബഡൊക്കെ വന്ന് ഇരിപ്പുണ്ട്. ഇത് പീക്ക് ഓഫ് പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് ഒരു ഫ്ലവർ വന്ന് കഴിഞ്ഞ് രണ്ടാമത്തെയാണ്. ദാണ്ട് ഇത് 3ാമത്തെ ഫ്ലവറും വന്നിട്ടുണ്ട്. എല്ലാത്തിലും ബഡ് ആയി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഫെബ്രുവരിയൊക്കെ കഴിയുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ഫ്ലവർ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിലെല്ലാം എല്ലാം സെറ്റായി വരുന്നു. പിന്നെ ഈ സൈഡൊക്കെ നമുക്കിനി റെഡിയാക്കി എടുക്കാനുണ്ട്. വീടിൻ്റെ പണി കഴിഞ്ഞ് കാർ പോർച്ചൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സൈഡൊക്കെ കലാത്തിയൊക്കെ വെച്ച് ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഈ ഒരു സൈഡിൽ നമ്മൾ കലാത്തിയ കൂടാതെ പല ക്രീപ്പേഴ്സും സൈഡിലെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇതിപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വീടിൻ്റെ ഫുള്ളൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. നിത്യവഴുതനയാണിത്. നമ്മളൊരു ഇത് ഹാങ്ങിങ് ഒക്കെ ചെയ്ത് നിർത്തിയേക്കുകയാണ്. നിത്യവഴുതന പിടിക്കുന്നുണ്ട്. താണ്ടേ കുറച്ചൊക്കെ നമ്മളിപ്പം അത്യാവശ്യം ഇതേപോലെ വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്യാനുള്ളൊരു പരിപാടിയാണ് വീടിൻ്റെ സൈഡിൽ തന്നെ. അപ്പം മുളക് അങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മളിതെല്ലാം തട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് നിത്യവഴുതന നല്ലപോലെ കിളിച്ച് കയറാൻ വേണ്ടി. പിന്നെ കോവലും ഒക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ഹാങ്ങിങ് ആയിട്ടുള്ള ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ അതിൽ സീബ്ര പ്ലാന്റ് അതേപോലെ കുറച്ച് വെറൈറ്റീസൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഇനി കിളിച്ചൊന്ന് സെറ്റായി വരണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി കുറച്ച് പ്ലാന്റ്സൊക്കെ ഇവിടെ നട്ടേക്കുന്നതാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ട തന്നെ ആമ്പലും താമരയൊക്കെ തന്നെ. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിലോട്ടൊന്ന് നോക്കാം. ഫ്രണ്ട് സൈഡിൽ കഴിഞ്ഞാൽ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് സൈഡായിട്ട് വരുന്നത്. ഇവിടെ മൊത്തം ബോഗൻവില്ല തന്നെയാണ് വെച്ചേക്കുന്നത്. വേറെ ഒരു പ്ലാന്റും വെച്ചിട്ടില്ല. പിന്നെ 10 മണിയൊക്കെ കുറച്ച് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ വലിയൊരു ബോഗൻവില്ല നിൽപ്പുണ്ട്. അതിന് താഴെയായിട്ട് നമ്മൾ കുറേ പിന്നെ കലാത്തിയയും അതേപോലെ തന്നെ എലിഫൻറ്റ് പ്ലാന്റും ഒക്കെ വെച്ചിട്ടുണ്ട്. ആനച്ചെവിയനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അഗ്ലോണിമ കലാത്തിയൊക്കെയാണ്. സൈഡിൽ ഒത്തിരി വെയിൽ കിട്ടാത്ത സ്ഥലം നോക്കി നമ്മൾ വെച്ചേക്കുകയാണ്. അതേപോലെ ലില്ലി ഇവിടെ ഇരിപ്പുണ്ട്. ഇത് പഴയ ലില്ലിയാണ്. നല്ലൊരു വെറൈറ്റിയാണ്. അത് എപ്പോഴും ഒന്നും ഫ്ലവർ കിട്ടത്തില്ല. എങ്കിൽ പോലും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റെയിൻ ലില്ലി എന്നൊക്കെ പറയുന്നതിൻ്റെ ആ ഒരു വെറൈറ്റി വരുന്നതാണ്. നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ റെഡും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ ഫ്ലവറിങ് ഇടയ്ക്കൊക്കെ ഉള്ളൂ. ചിലപ്പോൾ കൊല്ലത്തിൽ 1-2 തവണയൊക്കെ നമുക്ക് ഫ്ലവർ കിട്ടത്തുള്ളൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ആന്തൂറിയൊക്കെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. നല്ല ഒരു വെറൈറ്റി കണ്ടുകൊണ്ട് മേടിച്ചതാണ്. നല്ലൊരു വെറൈറ്റി തന്നെയാണ്. പിന്നെ അതിൻ്റെ വൈറ്റ് ഉണ്ട്, ആന്തൂറിയം. അപ്പോൾ ആന്തൂറിയൊക്കെ ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു 4-5 വെറൈറ്റി മേളിൽ ആന്തൂറിയം ഇപ്പോൾ ഉണ്ട്. ഇതെല്ലാം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. എല്ലാം പോട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാം റെഡാണ് കൂടുതലും. ഇതിൽ ഒരെണ്ണം മജന്ത ഇരിപ്പുണ്ട്.
അപ്പോൾ ഇതെല്ലാം ഈ സൈഡിൽ. പിന്നെ അവിടെ നമ്മളിവിടെ ഒരു ഈ സൈഡിലായിട്ടൊരു പുളിയുണ്ട്. ആ പുളിയുടെ സൈഡിലായിട്ടൊക്കെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എറമ്പയിലൊക്കെ നമ്മൾ കുറച്ച് മണി പ്ലാന്റും അതേപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ബൈ.